ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. ഇന്നിപ്പോൾ നമുക്ക് മെഡിസിറ്റിയിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ഇതൊരു റിവ്യൂ ചെക്കപ്പ് ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ 3 ദിവസത്തെ നെബുലൈസേഷൻ നമ്മൾ ചെയ്തിരുന്നു. എന്നോട് ഇവിടെ ഉള്ളതും അല്ലാതെയും ഒക്കെ പലരും പറഞ്ഞു കേട്ടോ, നെബുലൈസേഷൻ വീട്ടിൽ ചെയ്യാമല്ലോ എന്നൊക്കെ. ചെയ്യാം, പക്ഷേ നിലുവിൻ്റെ കാര്യത്തിൽ അത് ഓറ്റുകൂടെ ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടും അങ്ങനെ എഴുതി തന്നതുകൊണ്ടുമാണ് നമുക്ക് ഹോസ്പിറ്റൽസിൽ പോകേണ്ടി വന്നത്. ഈ ഓറ്റുവിൻ്റെ സിലിണ്ടർ നമുക്ക് വീട്ടിൽ കിട്ടത്തില്ലല്ലോ. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ചേച്ചി ഒരു സെറ്റ് തന്നതും പിന്നെ മുൻപത്തെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ ചേച്ചി അലൻ്റെ സിസ്റ്റർ എനിക്കൊരു സെറ്റ് തന്നു. ഇനി അവൻ ഇത് കഴിയുമ്പോൾ ഹോസ്പിറ്റൽസിലെ വിസിറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഒരു സെറ്റ് തന്നിരുന്നു. അപ്പോൾ ഈ 2 ഐറ്റംസും ഇവിടെ ഉണ്ട്, പക്ഷേ ഓറ്റുകൂടെ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത്. ഇന്നലത്തെ ഈവനിങ് വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലമ്മ പയർ വെക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് ഇന്ന് രാവിലത്തെ പുട്ടിന് വേണ്ടിയിട്ടുള്ള കറിക്കാണ് വെച്ചത്. അപ്പോൾ അമ്മ രാവിലെ എണീറ്റപ്പോൾ തന്നെ അതിത്തിരി സവാളയും കറിവേപ്പിലയും മുളക് പൊടിയൊക്കെ കൂടെ ഒന്ന് ഇതാക്കിയിട്ട് പയർ ഉലർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ പുട്ടിന് അവിടെ പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുന്നതിൻ്റെയാണോ അതോ ഇനി നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. അതെന്തായാലും ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പുട്ടിൻ്റെ പൊടി കുഴച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നമ്മുടെ ബോട്ടിൽസ് സ്റ്റെറിലൈസ് ചെയ്യാനും പിന്നെ കട്ടൻ ചായയൊക്കെ ഇടാനുമായിട്ട് ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മൾട്ടി ടാസ്കിങ് ഒരുപാടാവുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അങ്ങനെ അമ്മ കട്ടൻ ചായക്കുള്ള പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിരുന്നു. ആ കെറ്റിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഈ ബാക്കി വെള്ളം തിരിച്ച് കുപ്പി ഇരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിക്കാൻ. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് വീണ് പൊള്ളും എന്ന് വിചാരിച്ചാൽ മാറി നിന്നത്. പക്ഷേ പൊള്ളിയത് ഇപ്പോഴാണ്. ആ കുപ്പിയിൽ നല്ല തിളച്ച വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചത്. അതിങ്ങനെ പാസ് ചെയ്തപ്പോഴുണ്ടല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ മുൻപത്തെ എപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ആ കുപ്പി ഒന്ന് എറിഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്റ്റീൽ കുപ്പി. അപ്പോൾ എറി കൊണ്ടിട്ട് നേരെ എൻ്റെ അടിഭാഗമാണ് ചളങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനം നേരെ ഇരിക്കത്തില്ല. അപ്പം 2 കൈ വെച്ച് പതുക്കെ പൊക്കുമ്പോൾ തന്നെ അത് ചരിഞ്ഞ് ആ പാത്രത്തിലേക്ക് വീഴാറുണ്ട്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം പോകേണ്ട ധൃതിക്കും എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ടും സാറ്റർഡേ ആണ്, സ്കൂളിൽ പോകണ്ടല്ലോ, അപ്പോൾ ഒരുപാട് നേരം ഉറങ്ങിയിരുന്നു. അങ്ങനെ പിന്നെ ഒരു ധൃതിക്ക് അങ്ങ് ചെയ്തതാണ് ഈ പണി മേടിച്ചത്. പിന്നെ കൈ പെട്ടെന്ന് ഞാൻ പിന്നെ കൊണ്ടുപോയി പച്ചവെള്ളത്തിലൊക്കെ വെച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി പുകച്ചിൽ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വയറൊക്കെ പൊള്ളിയതിൻ്റെയൊക്കെ തൊലിയൊക്കെ ഇളകി തുടങ്ങി. അത്രയൊന്നും കൈക്ക് വന്നിട്ടില്ല, ചെറിയൊരു റെഡ്നെസ് മാത്രമേ ഉള്ളൂ. കുമിളച്ചും വന്നിട്ടില്ല, പിന്നെ ആ ബ്ലാക്ക് കളറിലെ സ്കിന്ന് ആയിട്ടുമില്ല. അപ്പോൾ പിന്നെ പേസ്റ്റൊന്നും ഞാൻ ഇടാൻ നിന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ അതങ്ങ് പോയി, ആ ഒരു പുകച്ചിലങ്ങ് മാറി. അങ്ങനെ ഞാൻ കട്ടൻ ചായയൊക്കെ എടുത്ത് കുടിച്ചു. ആദ്യത്തെ കുറ്റി പുട്ടും വെച്ചിട്ടുണ്ട് ഗ്യാസിലേക്ക് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഇപ്രാവശ്യത്തത്. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു റിവ്യൂവിന് വരുന്നതുകൊണ്ട് ഇതിന് ബുക്കിങ്ങും ഇല്ല, പിന്നെ ഡോക്ടർ ഫീസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ആദ്യത്തെ വിസിറ്റ് കഴിഞ്ഞ് പിന്നെ ഈ റീചെക്കപ്പിന് പോയപ്പോൾ ഒരു എമൗണ്ടും ആയില്ല. പിന്നെ ഇന്നലെ രാത്രി തന്നെ നമ്മൾ പഴവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇനി പുട്ടൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി. പിന്നെ ഞാൻ ഇന്നലെ ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു, ഒരു വർക്ക് ഫ്രം ഹോമിൻ്റേത്. ആക്ച്വലി എനിക്കത് അങ്ങനെ ചെയ്യാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത ആളല്ല, ഇൻസ്റ്റയിൽ റെഗുലറായിട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ഒരു കക്ഷി തന്നെയാണ്. പുള്ളിക്കാരത്തി വേറൊരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസും ഒക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഈ ഒരു വർക്കിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അക്കോർഡിംഗ് ടു ഹർ കുറച്ച് ബെനിഫിഷ്യലാണ് റെഗുലർ വർക്കിനേക്കാളും. പിന്നെ ഇതുപോലുള്ളവരാണ് അവർ നോക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാരെയാണ്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് പറ്റുന്നില്ല, ബാക്കി പുറത്തു പോയി ഒരു ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം തൽക്കാലം ഇല്ലാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ ആ ഗ്രൂപ്പിലെയും അല്ലാതെ എൻ്റെ കൊളീഗ്സിൻ്റെ പലരുടെയും കാര്യം എനിക്കറിയാം. കുഞ്ഞുങ്ങളെ നോക്കാൻ തൽക്കാലം ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാർ. കുട്ടികൾ ഇത്തിരി വളർന്നു കഴിഞ്ഞ് 2 പേരും സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ രാവിലെ പോയി വൈകുന്നേരം വരുന്ന എന്തെങ്കിലും ഒരു ജോബ് ശ്രമിക്കാവുന്നതാണല്ലോ. അപ്പം ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങളൊരു ജോലി എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അല്ലേ. എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താലേ എവിടെയെങ്കിലും എത്തത്തുള്ളൂ. നമുക്ക് എല്ലാ സാഹചര്യവും എപ്പോഴും ഒരുമിച്ച് അനുകൂലമായിട്ട് വരണം എന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് എങ്കിൽ ഇതൊരു സ്റ്റാർട്ടായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ ആ ഡീറ്റെയിൽസും വാട്സാപ്പ് ചെയ്യേണ്ട നമ്പരും ഒക്കെ ഞാൻ എൻ്റെ ആ ഒരു ചെറിയ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇന്നലത്തെ ഷോർട്സിൽ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് സൂം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു ഇറ്റ് ഇസ് അപ് ടു യു, അതൊക്കെ കേട്ടിട്ട്, ബിക്കോസ് ഞാൻ ഇതിൻ്റെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ, കാരണം ഞാൻ ആ ജോബ് ഓപ്റ്റ് ചെയ്യുന്നില്ല. തൽക്കാലം 2 ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് അങ്ങനെയൊന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ സൂം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത്
ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റിന് കുക്കു സാറിന് പുട്ടും പാലും വേണമെന്ന് പറഞ്ഞു. എനിക്ക് പുട്ടും പഴവുമാണ് ഞാൻ കഴിക്കുന്നത്. അമ്മയ്ക്ക് ഇന്നലത്തെ ഒരു 2-3 ഇഡ്ഡലിയും കുറച്ച് ചമ്മന്തിക്ക്, ആ ചമ്മന്തിയുടെ ബൗളിൻ്റെ അകത്ത് തന്നെ ഇഡ്ഡലിയും വെച്ച് വന്നിരുന്നു കേട്ടോ, ഇതൊന്ന് ചൂടാക്കി താന്നും പറഞ്ഞിട്ട്. ആ പൊള്ളുന്നതിൻ്റെയൊക്കെ ഇടയിൽ ആ ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അത് മൈക്രോവേവിൽ വെച്ച് അമ്മയ്ക്ക് ചൂടാക്കി കൊടുത്തു. അപ്പോൾ അമ്മ അത് അപ്പം തന്നെ അങ്ങ് കഴിച്ചു. അതിന്ന് എത്തിയും തപ്പിയും കുറച്ചൊക്കെ നെല്ല് കഴിച്ചിട്ടുണ്ട്. ഇനി പുട്ടും പഴവും കൂടെ കൊടുക്കണം. എൻ്റെ വോയിസിലൊരു ചെറിയ ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലത്തെ വീഡിയോയിലല്ലേ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് 9 മണിക്കും 3:30ക്കും മഴ പെയ്യുമെന്ന്. അതേ കണക്ക് തന്നെ ഇന്ന് രാവിലെ സ്കൂളിൽ പോയപ്പോഴും, അതായത് ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നത് മൺഡേ ആണ് കേട്ടോ. രാവിലെ ഞാൻ സ്കൂളിൽ പോയപ്പോഴും ചാറ്റമഴയായിരുന്നു, വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും ചാറ്റമഴയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മേളിൽ ആലൻ്റെ കുറച്ച് ക്ലോത്ത്സ് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു. പിന്നെ കഴുകി കിടന്ന തുണികളൊക്കെ ഇനി എടുത്ത് മടക്കി വെക്കണം. പൗഡർ മേലത്തെ ഈ ഒരു ബോട്ടിൽ തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഇട്ട് വെക്കുന്ന റീഫിൽ ബൗളോ ബോട്ടിലോ ഒക്കെയാണ് അത്. അതിന്ന് കൊണ്ടുവന്ന് ഇതിലേക്ക് കുറച്ചിട്ട് വെക്കുന്നുണ്ട്. മേളിൽ വന്നെത്തുമ്പോഴാണ് ഞാൻ പലപ്പോഴും ഈ സാധനം തീർന്ന കാര്യം ആലോചിക്കുന്നത്. പിന്നെ താഴെ പോയിട്ട് എന്ത് ചെയ്യുന്ന ഒരു സ്പൂണൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വരും. അപ്പോൾ പിന്നെ എന്തായാലും തീരുമാനിച്ചു ഇത് ഫില്ല് ചെയ്ത് വെക്കാമെന്ന്. പിന്നെ അത് ആ സൈഡിൽ വെച്ച് തുറന്നത്, സാധാരണ നമ്മൾ ഈ അടപ്പൊക്കെ തുറക്കുമ്പോൾ ആസ് എ വുമൺ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ആ വയറ്റിൽ വെച്ചിട്ടല്ലേ അടപ്പുകളൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നത്. വയറ്റിലിപ്പോൾ വെക്കാൻ പറ്റത്തില്ലല്ലോ, പൊള്ളിയിരിക്കുമല്ലേ. അവിടുന്ന് തൊലിയാണെങ്കിൽ കുറച്ചായിട്ട് ഇങ്ങനെ ഉരിഞ്ഞ് വരുന്നുണ്ട്. അത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് വെച്ചാലേ അവർ ഈ കത്രികയ്ക്കകത്ത് പഞ്ഞി വെച്ചിട്ട് ലിക്വിഡ് ഇട്ടിട്ട് ഈ തൊലി മൊത്തം ഇങ്ങനെ ചുരണ്ടി വെളുപ്പിക്കും. അന്നേരം ഞാൻ ഒരുപാട് നീറ്റിൽ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിന് തുനിഞ്ഞില്ല. എൻ്റെ സിസേറിയൻ്റെ ടീബാക്റ്റിൻ്റെ ഓയിൻമെൻറ്റൊക്കെ തന്നെ തൽക്കാലം ഇട്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഓയിൻമെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ടീബാക്റ്റും ബെറ്റാഡിനും ഇതിൽ രണ്ടിലേതെങ്കിലും യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ അതൊക്കെ യൂസ് ചെയ്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മേലത്തെ ലോണ്ട്രിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോഴേക്ക് നമ്മുടെ ചോറ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നേരം ഇരുന്നാൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, പച്ചവെള്ളം ഒഴിച്ചിട്ട് കലങ്ങിപ്പോയി എന്നുള്ളത്. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ കലങ്ങിയും പോകും, ചോറ് പെട്ടെന്ന് ചീത്തയായി പോകും. ഒരു 3-3:30 പരുവത്തിന്, അതായത് വൈകുന്നേരം, ഞാനിപ്പോൾ മിക്കപ്പോഴും രാവിലെ ഒരു 7-7:30 എൻ്റെ ചോറ് വെന്ത് കഴിയും. അപ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് മുമ്പ് അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇത്തിരി കുഴഞ്ഞു പോകും, ഞാൻ തുറക്കാനായിട്ട് ഇത്തിരി വൈകിപ്പോവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് പച്ചവെള്ളം അങ്ങ് ഒഴിക്കുമ്പോഴത്തേക്ക് ചോറ് അത്രയും ഉടഞ്ഞു പോകാതിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ആകുമ്പോഴുണ്ടല്ലോ, വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് ഈ ചോറ് തുറക്കുമ്പോൾ വേറൊരു മണം വരും. അത് ചീത്തയായി തുടങ്ങുന്നതിൻ്റെ ഒരു മണം വരും. പിന്നെയാണ് സിബിലാൻഡ് ഇങ്ങനെ പറയുന്നത്, ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം വേണം ഒഴിക്കാനെന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്യാറ് മറ്റേ സ്റ്റെറിലൈസ് ചെയ്യുന്ന വെള്ളം ഉണ്ടല്ലോ, അതെന്തായാലും വെട്ടിത്തിളച്ച വെള്ളമല്ലേ. കുപ്പി ഓൾറെഡി സോപ്പും ബ്രഷും ഒക്കെ ഇട്ട് നല്ലപോലെ കഴുകിയത്, അതിൻ്റെ അകത്ത് പാലിൻ്റെ അംശമൊന്നും അധികം ഉണ്ടാവത്തില്ല. അപ്പോൾ ആ വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് ഞാൻ സാധാരണ ഊറ്റിയെടുക്കാറ്. ഇന്നിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ രണ്ടാമത്തെ വെള്ളം ഒഴിച്ചിട്ടില്ല. അങ്ങനെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കലങ്ങത്തില്ല. വെള്ളം ഒരുപാടാണെങ്കിൽ, അതായത് നമ്മുടെ കുക്കർ തുറക്കുമ്പോൾ തന്നെ അങ്ങ് അരി ഇത്തിരി ഉള്ളെങ്കിലും കുക്കറിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും വെള്ളം ഒഴിക്കുകയാണെങ്കിലും ചോറ് അങ്ങനെ കലങ്ങത്തില്ല കേട്ടോ പെട്ടെന്ന്. അങ്ങനെ അരി വാർത്തിട്ടതിന് ശേഷം ആലനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തു. ഉച്ചയ്ക്കത്തേക്കിനി ഞാൻ ഇന്നലെ രാത്രി തീയലുണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. ഈ പയറിൻ്റെ കുറച്ച് ബാക്കിയുണ്ടാവും. പപ്പടവും ഞാൻ ഇന്നലെ തീയൽ വെക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കാച്ചി വെച്ചിരുന്നു. ഇനി വന്നേച്ചും മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും. രാവിലെ അങ്ങനെ വയറ് നിറയെ പുട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്ന് പറഞ്ഞ ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പുലിച്ചെറ ഇറങ്ങിക്കോളാം, ഞാൻ അവിടെ നിന്നോളാം, നാളെ വിളിക്കാൻ വന്നാൽ മതി, ഇന്ന് സാറ്റർഡേ അല്ലേ എന്ന്. ഡെല്ലിക്ക് എക്സാം നടക്കുകയാണ്, അതൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ടും വാശി പിടിച്ചാൽ പോയത്. സത്യം പറഞ്ഞാൽ ഈ വീക്കെൻഡ് എൻഡിൽ എനിക്ക് തോന്നി കേട്ടോ വിടണ്ടായിരുന്നു എന്ന്. വെറുതെ കൊച്ചിൻ്റെ പഠിത്തവും പോവും, അങ്ങനെയൊക്കെ തോന്നി എനിക്ക്. അപ്പോൾ എന്തായാലും അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ തൊട്ട് എൻ്റെ അടുത്ത് കൊന്ത പിടിക്കാൻ തുടങ്ങിയതായിരുന്നു കുക്കു സാറ്. അങ്ങനെ അവനെ കൊണ്ട് അവിടെ ആക്കിയിട്ട് ഡോക്ടറെ കണ്ടു. ആൻറ്റിബയോട്ടിക് ഒരു 2-3 ദിവസം കൂടെ, ഒരു ബോട്ടിലും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ആലൻ്റെ കയ്യിൽ നിന്ന് മരുന്നിൻ്റെ തുണ്ടും മേടിച്ച് പോകുന്ന പോക്കാട്ടോ അത്. ഇവിടെ ബില്ലിംഗ് സെക്ഷനിൽ ആദ്യം പോയി നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. ഒരു ടോക്കൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, മെഡിസിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ ആ സ്ലിപ്പും പിടിച്ച്, എല്ലാവരും സ്ലിപ്പും കൊണ്ട് പോയിട്ട് മരുന്ന് മേടിക്കുന്നത് കാണുന്നതിന് അവിടെ പോയി ആ സ്ലിപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവൻ കരഞ്ഞ് ബഹളം വെച്ചിട്ട് അവനെ കൊണ്ട് തന്നെ സ്ലിപ്പ് അകത്തേക്ക് കൊടുപ്പിച്ചു. പിന്നെ ഈ സാധനം എൻ്റെ കയ്യിലോട്ട് തന്നിട്ടില്ല. ഇത് കയ്യിൽ പിടിക്കാമെന്ന് പറയുമ്പോൾ അവൻ എന്താ പറയുന്നതെന്ന് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം.
ഇതാരുടെ മരുന്നാ? ആരുടെ മരുന്നാ? ഇതാരുടെ മരുന്നാ? ആരുടെ ആണോ? ഓ, മമ്മ പിടിക്കട്ടെ? മമ്മ പിടിക്കാം. ഇതാരുടെ മരുന്നാ? ആരുടെയാ? ആണോ? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നവരെയും അത് തന്നില്ല. പിന്നെ വണ്ടി കയറിയപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് മേടിച്ചു. എന്നിട്ട് നമ്മൾ ഇന്നലെ വളരെ വിപുലമായ ഒരു ലിസ്റ്റൊക്കെ എഴുതിയിരുന്നില്ലേ, അത് ഞാൻ വീട്ടിലങ്ങ് മറന്നു വെച്ചു. ഇവിടെ വന്നപ്പോഴേക്കാണ് എനിക്കത് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് സേറമോളുടെ അമ്മേനെ ഗ്ലാഡിസിനെ വിളിച്ചു. സച്ചുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുപ്പിച്ചിട്ട് സേറയുടെ ചേട്ടൻ്റെ കയ്യിൽ സച്ചുക്കുട്ടനെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ. വീട്ടിൽ പോയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് വഴക്കേക്കോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വീട്ടിൽ വന്ന് ലിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നു. ഇനി കയ്യിൽ ആ ഫോട്ടോയും വെച്ചിട്ടാണ് പിന്നെ ഓരോ സാധനങ്ങളായിട്ട് എടുത്തത്. ഇതിനകത്തോട്ട് കയറിയാലുണ്ടല്ലോ, നമ്മുടെ മുടവങ്ങളിൽ പോയാൽ, അതായത് ഇല്ല സിനിമയിൽ ദിലീപ് പറയുന്ന പോലെ, നമുക്ക് നമ്മുടെ റേഷൻ കടയിൽ നമ്മുടെ സൈക്കിളും മതി എന്ന് പറയത്തില്ലേ, നമ്മുടെ മുടവങ്ങളിലായിരുന്നു പോയിരുന്നതെങ്കിൽ ആവശ്യത്തിനുള്ള സാധനം മാത്രം വാങ്ങി വീട്ടിലോട്ട് വന്നേനെ. ഇവിടെ ഇവർ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തലങ്ങും വിലങ്ങും നിന്ന് ഇതിന് ഓഫറുണ്ട് അതിന് ഓഫറുണ്ട്, പിന്നെ മിക്കതിൻ്റെ താഴെയും ബൈ 1 get 1 ബൈ 2 get 1. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങിക്കും. അങ്ങനെ ആ ഒരു ബാസ്ക്കറ്റ് ഏതാണ്ട് നിറച്ച് ഈ ഒരു മാസത്തേക്കുള്ള സകല ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പുട്ടുപൊടിക്ക് വേറൊരു പുട്ടുപൊടി ഫ്രീ, ഒരു ഇടിയപ്പം പൊടിക്ക് വേറൊരു ഇടിയപ്പം പൊടി ഫ്രീ. പക്ഷേ വന്നിട്ട് പ്രൈസ് തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സാധാരണ നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിക്കുന്നതിനേക്കാൾ അധികം അവിടെ ആക്ച്വലി എടുക്കുന്നുണ്ട്. എന്നാലും പിന്നെ പോട്ടെ, ഇനിയിപ്പോൾ 2-3 ആഴ്ചത്തേക്ക് കടയിലേക്കൊന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. സാധനം എടുക്കുന്നതിനേക്കാളും ലേറ്റായി. ബില്ല് ചെയ്ത് വന്നപ്പോഴേക്ക് നീണ്ട ഒരു ക്യൂ ആയിരുന്നു. ആ ക്യൂവിൽ അനങ്ങാതെ നിന്ന് തന്നെ നിലു ഉറങ്ങി. ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിക്കണം കഴിക്കണം എന്നും പറഞ്ഞിട്ട് കരച്ചിൽ കേട്ടിട്ട് അവിടെയുള്ള ചേച്ചിമാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, സാരമില്ല പൊട്ടിച്ചു കൊടുക്കുക, കുഞ്ഞിനെ കരയിക്കല്ലേ എന്നൊക്കെ. പക്ഷേ വേണ്ട, അങ്ങനത്തെ ഓരോ വാശിക്ക് നമ്മൾ ഇപ്പോഴേ ഓരോന്ന് സാധിച്ചു കൊടുക്കണ്ടെന്നൊക്കെ ആലം പറഞ്ഞപ്പോൾ എനിക്കും ശരിയാണെന്ന് തോന്നി. അങ്ങനെ പിന്നെ പൊട്ടിച്ചൊന്നും കൊടുത്തില്ല. അങ്ങനെ കരഞ്ഞ് തളർന്ന് ആൾ ഉറങ്ങി. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. അമ്മ റവ കാച്ചി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എണീപ്പിച്ച് ചോറ് കൊടുക്കാനൊന്നും പറ്റത്തില്ല, നല്ല ഉറക്കം. ഈ വീട്ടിലെത്തിയ ടൈം ഏകദേശം ഒരു 1 മണി 1:30 കഴിഞ്ഞു കേട്ടോ. നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഈ ഹോസ്പിറ്റലിൽ പോയാൽ ഇടയ്ക്കൊരു കോഫിയൊക്കെ കുടിക്കുന്നതാണ്. പക്ഷേ രാവിലെ പുട്ട് കഴിച്ചതുകൊണ്ട് അങ്ങനെ കോഫി കുടിക്കണം എന്നുള്ളൊരു തോട്ട് വന്നില്ല. വയർ ഓൾറെഡി ഫുള്ളായിരുന്നു. വന്നപ്പോഴേക്കും അമ്മ കുമ്പളങ്ങി ഇട്ട് മോര് കാച്ചി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റാണത്. അപ്പം അമ്മ അത് കാച്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ട എൻ്റെ ക്ഷമയില്ലായ്മ കാരണമാണ് ഇങ്ങനെ കീറി പറഞ്ഞൊക്കെ വന്നത്. എന്തായാലും പിച്ചി കഴിക്കുന്ന സാധനമല്ലേ, അപ്പോൾ പിന്നെ ഷേപ്പൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇന്നലെ വെച്ച തീയലും രാവിലെ വെച്ച പയറും അമ്മ വെച്ച മോര് കാച്ചിയതും പൊരിച്ച മുട്ടയും, ഇത് ഉണക്കമീൻ മുളകിട്ടതാണ് ലില്ലിയമ്മച്ചിയുടെ സ്പെഷ്യൽ. 2 പേരുടെ പ്ലേറ്റിലും ആവശ്യത്തിലധികം ചോറിട്ടിട്ടുണ്ട്. നല്ലപോലെ ചോറിട്ടു. നല്ലപോലെ ചോറ് 2 പേരും കഴിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. പാണ്ടി അച്ചാറെന്നാണ് ഈ അച്ചാറിനെ ഞങ്ങളിവിടെയൊക്കെ പറയുന്നത് കേട്ടോ. ഈ ഒരുമാതിരി കലങ്ങി കിടക്കുന്ന അച്ചാറിനെ. അത് ആ ഒരു ഇടയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് എങ്ങാണ്ട് വന്നിട്ട് ഫേമസ് ആയ അച്ചാർ, അതുകൊണ്ടാണ് പാണ്ടി അച്ചാറെന്ന് പറയുന്നത്. ഇത്രയും ഗ്ലാസ്സുകൾ എന്തിനാണ് കഴുകി വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒക്ടോബർ മാസം ഇവിടെ ഓരോ വീടുകളിൽ വീതം മാതാവിൻ്റെ കൊന്തയുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് കൊന്ത. ലഞ്ച് കഴിച്ച് കഴിഞ്ഞൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ ഫ്രീ ആയിരിക്കുമ്പോഴല്ലേ ഇത് നടത്താൻ പറ്റത്തുള്ളൂ. ബാക്കി ദിവസങ്ങളൊക്കെ വർക്കിംഗ് അല്ലേ. 3 മണിക്ക് കൊന്ത തുടങ്ങും കേട്ടോ. എനിക്കപ്പോൾ ബാക്കിയുള്ളിടത്ത് കൊന്തയ്ക്ക് തന്നെ എത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ദിവസം ഇതും കൂടെ അങ്ങ് നടന്നോട്ടെ എന്ന് കരുതിയിട്ട് അമ്മ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, അതും കൂടെ അങ്ങ് കഴിയട്ടെ എന്ന് കരുതി. അങ്ങനെ ചായക്കുള്ള ഗ്ലാസ്സുകളും പിന്നെ നമ്മൾ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. അതിനായിട്ട് 2 ഡിഷും കൂടെ ഞാൻ അവിടെ കഴുകി വെച്ചു. അതൊന്ന് ഉണങ്ങണം. ഇതൊന്നും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ ദേ ഫില്ലിങ് തുടങ്ങി. മിക്കവാറും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒട്ടുമിക്ക എല്ലാ ഡബ്ബകളും കാലിയായി തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ. ലാസ്റ്റ് വീക്ക് ഞാൻ നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ടെന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ. എന്തൊക്കെയാണ് തീർന്നതെന്ന് പോലും ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അങ്ങനെ എന്തായാലും ലിസ്റ്റിൻ്റെ ഫോട്ടോ അയച്ച് കിട്ടിയത് കൊണ്ട് വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ചു. എന്നാലും ഒരു സാധനം മറന്നല്ലേ പറ്റൂ, ബട്ടർ മറന്നു. അങ്ങനെ ഇതൊക്കെ അടുക്കി പറിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, 2 ഹാൻഡ് വാഷ്, 2 ഷാമ്പു, എല്ലാം ഈ ബൈ 1 get 1 ബൈ 2 get 1 ഒക്കെ ആയിട്ട്
ഒരു ലോഡ് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കൊന്ത നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഒതുക്കി മാറ്റണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വരുന്നവർ വിചാരിക്കത്തില്ല ഈ വൃത്തിയാക്കി ഇവൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ കാണിക്കുന്നുള്ളൂ, വീടാകെ അലമ്പായിട്ട് കിടക്കുകയാണ്. ഈ കൊണ്ടുപോയ സഞ്ചി കൊണ്ടുപോയില്ല, കാറിൻ്റെ ഡിക്കി വരെ ആ കാർട്ട് കൊണ്ടുവരാൻ പറ്റുന്നതുകൊണ്ട് അവിടെ കൊണ്ടിറക്കിയതാണ്. പിന്നെ അതൊരു 2 സഞ്ചിയിലാക്കിയാണ് കൊണ്ട് കിച്ചണിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ക്ലട്ടർനെസ്. അങ്ങനെ പിന്നെ അത് ഈ കാണുന്ന സ്പീഡില്ലെങ്കിലും അത്യാവശ്യം സ്പീഡിൽ ഞാൻ ഒതുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാധനങ്ങളുടെ അടുക്കിപ്പറക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ റാപ്പൊക്കെ നമുക്ക് എടുത്ത് വെക്കണമല്ലോ. ഞാൻ രണ്ടാഴ്ച മുന്നേലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഹരിതകർമ്മസേനക്കാർ ഇതുവരെയും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഈ കവറ് കെട്ടി വെച്ച് ഞാൻ മടുത്തു. ഇപ്പോൾ ഒരു ലോഡ് കവറാണ്. ഇനിയിപ്പോൾ ഈ മഴയും തുടങ്ങിയില്ലേ, മഴ വരുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒച്ച് കയറും. പിന്നെ അവർ വന്നിട്ട് പറയും ഇതിലേക്ക് ഒച്ച് കയറി ഇതൊക്കെ കഴുകി മടക്കി വെച്ചിട്ട് കൊടുക്കണമെന്ന്. ഇതിൻ്റെ കഷ്ടപ്പാടൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ നിലൂനെ പോലുള്ള ഒരുത്തനെയും വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇത്രയും പാക്കറ്റ്സ് വെച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് തന്നെ അവൻ എപ്പോൾ വന്നാലും അതിൻ്റെ അകത്തിട്ട് കിണ്ടി ഓരോ സാധനങ്ങൾ പുറത്തെടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെക്കാനും പാടാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ വേറൊരു വലിയ കവറിലാക്കി കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. എന്നാലും മഴ പെയ്താൽ ഒച്ചും അട്ടയൊക്കെ കയറാൻ തുടങ്ങും. ഇതിനുള്ള സ്നാക്സ് ഐറ്റംസ് അമ്മച്ചി കണ്ണനെ വിട്ടാണ് വാങ്ങിപ്പിച്ചതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിരുന്നു മേടിക്കാനായിട്ട്, നമ്മൾ എത്തുമോ എത്തത്തില്ല എന്നുള്ള അതൊന്നും കറക്റ്റ് അല്ലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഈ തിരിച്ചു വരുന്ന സമയത്ത് ഉച്ച സമയമില്ല, അപ്പോൾ ഒന്നും ഇവിടെ ഒന്നും ചെയ്ത് തുടങ്ങത്തില്ല. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ അടുക്കി പറക്കുകയും ചെയ്യണമായിരുന്നല്ലോ. എല്ലാം പോയി കിടക്കുകയും ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിളിച്ച് വീണ്ടും ഇതിന് പറഞ്ഞു വിടാൻ തോന്നിയില്ല. പാല് ഞങ്ങളിങ്ങ് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഈ ഐറ്റംസ് എന്തായാലും സമയത്തിന് ഇവിടെ എത്തി. അമ്മ പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. പുറകെ ലില്ലിയമ്മച്ചിയും വന്നു. അമ്മച്ചിക്ക് ഇത് രണ്ടും കൂടെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നിവിടെ സ്നാക്സിന് നമ്മൾ മേടിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മോദകം മേടിച്ചിരുന്നു, പിന്നെ ഉഴുന്നുവട, പിന്നെ എന്തുമായിരുന്നു, വെട്ട് കേക്ക്. ഇത് 3ഉമായിരുന്നു വാങ്ങിച്ചിരുന്നത് കേട്ടോ. നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പിൽ കണ്ടു കാണുമല്ലോ അല്ലേ? ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ ഇങ്ങ് ഒരുപാട് മൂവ് ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് സാധനമാണ് കണ്ടതെന്ന് തന്നെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അങ്ങനെ കറക്റ്റ് ഒരു 3 മണി ആയപ്പോഴത്തേക്ക് ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ വന്ന് തുടങ്ങി. പ്രാർത്ഥന തുടങ്ങാൻ നേരത്ത് ആ സമയത്താണ് സത്യം പറഞ്ഞാൽ ഫാൻ ചീത്തയായിട്ട് ഊരിക്കൊണ്ട് പോയേക്കുന്ന കാര്യം ഓർത്തത്. ലിലിയംജിക്കാണെങ്കിൽ ചൂടത്തൊട്ടും ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ അപ്പുറത്ത് ലിലിയംസിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫാൻ എടുത്ത്, അവിടെ ഓഫീസ് കേബിളിൻ്റെ പരിപാടിയാണ് കൊച്ചുവപ്പയ്ക്കെന്ന് പറഞ്ഞിരുന്നല്ലോ, അവിടുത്തെ ഓഫീസ് ഫാൻ എടുത്ത് കണ്ണുമോനെ കൊണ്ട് എടുപ്പിച്ച് അതിവിടെ കൊണ്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തിരിയൊക്കെ കത്തിച്ചു. തിരി അണഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഫാനിൻ്റെ സ്പീഡൊക്കെ ഏകദേശം ഒന്ന് ചെറുതാക്കി റെഗുലേറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ നിലു ഉണർന്നു വന്നിരുന്നു കേട്ടോ. അമ്മ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റവ അമ്മ കാച്ചി വെച്ചിരുന്നു. അത് നന്നായിട്ട് ഇപ്പോൾ തണുത്തു. അപ്പോൾ അവൻ എണീറ്റപ്പോൾ തന്നെ അത് പിടിച്ചു കൊടുക്കുക. ചോറ് കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ ഈ ചോറ് വാരി കൊടുക്കൽ ഇതിൻ്റെ ഇടയിൽ എന്തായാലും നടക്കത്തില്ലല്ലോ. അങ്ങനെ അവൻ അത് കൊടുക്കുന്നതുകൊണ്ട് ബഹളമൊന്നും ഉണ്ടാക്കാതെ പിന്നെ ഇരുന്നു. പ്രാർത്ഥന ഏതാണ്ട് ഇങ്ങനെ കഴിയാറായി എന്ന് തോന്നിയപ്പോൾ ബൈബിൾ വായിക്കണം കേട്ടോ. അത് നമ്മൾ കൊന്ത പഠിക്കുന്ന വീട്ടിലുള്ള ഒരാൾ വേണം വായിക്കാൻ. അപ്പോൾ നമുക്ക് മലയാളം ബൈബിൾ ഇവിടെ ഇല്ല, അത് സേറമോളുടെ വീട്ടിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ വായിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത്തിരി ഗ്യാപ്പുണ്ട്. ആ സമയത്ത് ഞാൻ വന്നിട്ട് ചായ ഒന്നും മധുരം ഇടാത്ത ഇത് മിക്സ് ചെയ്യണമായിരുന്നല്ലോ, കട്ടനും പാലുമായിട്ടിരിക്കുകയായിരുന്നല്ലോ. ചായ നന്നായിട്ട് മിക്സ് ചെയ്ത് ആറ്റി ശാന്താൻ്റിക്ക് മധുരം വേണ്ട, അപ്പോൾ മധുരം ഇല്ലാത്തൊരു ചായ മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ ഷുഗറൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വെച്ചു. ഇനിയിപ്പോൾ കൊന്ത തീരുമ്പോഴത്തേക്ക് ഗ്ലാസ്സിലോട്ട് പകർന്നൊഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കൊണ്ട് കൊടുക്കാമല്ലോ. ബൈബിൾ ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, ബൈബിൾ തുറക്കുമ്പോൾ എന്താ കിട്ടുന്നതെന്ന്. എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടികൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്.
അങ്ങനെ ഇവിടുത്തെ കൊന്തയൊക്കെ കഴിഞ്ഞു. ഞാൻ ദേ ചായയും കൊണ്ടുവന്നു. അമ്മയും ലില്ലിയമ്മച്ചിയും കൂടെ നമ്മുടെ സ്നാക്സ് ഐറ്റംസൊക്കെ എടുത്തോട്ട് വരുന്നുണ്ട്. ആ തൂണിൻ്റെ അടുത്ത് നിൽക്കുന്ന ചേട്ടൻ ഇവിടെ പ്രാർത്ഥന പഠിക്കുന്നത് കേട്ടിട്ട് വന്നതാണ് കേട്ടോ. പുള്ളി പണ്ടൊക്കെ ഇവിടെ തേങ്ങ അടത്താൻ വന്നുകൊണ്ടിരുന്നതായിരുന്നു. തെങ്ങിന്ന് ഇപ്പോൾ വീണു. നിങ്ങൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും കൂടെ പിരിച്ച് ഒരു തുക എനിക്ക് തരണം എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ ഈ ഒക്ടോബർ മാസത്തിൽ കൊന്ത പഠിക്കാൻ വരുന്ന ആരും കയ്യിൽ കാശെടുത്തിട്ടല്ലല്ലോ വരുന്നത്. നമ്മൾ ഇവിടുന്ന് കൊടുത്തു, അങ്ങനെ എല്ലാവരും കയ്യിൽ കാശെടുത്തിട്ടല്ലല്ലോ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ പിരിച്ചു കൊടുക്കുന്നത്? പിന്നെ ചായയും സ്നാക്സും ഒക്കെ തരട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മരുന്നൊക്കെ എടുക്കുന്നുണ്ട്, ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഈ കൊന്ത ഇനി എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സാറ്റർഡേ വ്ളോഗാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാറ്റർഡേ നമ്മുടെ വീട്ടിൽ, സൺഡേ ലില്ലിയമ്മച്ചിയുടെ വീട്ടിലാണ്. മിനിയാൻറ്റിക്ക് സെനോറീറ്റ എന്ന് പറഞ്ഞ ബൊട്ടീക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബൊട്ടീക്ക് സൺഡേ ഓപ്പൺ ആക്കണ്ട, അപ്പോൾ മിനിയാൻറ്റി സൺഡേ ആണ് ഫ്രീ ആയിട്ടുള്ളത്. പിന്നെ മൺഡേ സേറമോളുടെ വീട്ടിലുമാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ച് ഇടവകയിൽ ഓരോ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് പള്ളിക്കാരിയും പട്ടക്കാരിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കൊന്തയ്ക്ക് വന്ന ഇവർക്കെല്ലാവർക്കും പിന്നെ നിങ്ങൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും താങ്ക്സ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നാളെ കാണാം.